ചേട്ടാ ഒരു സൂപ്പർ ഹീറോ പടമാണല്ലോ എല്ലാവരും പറയുന്നത്. അടുത്തൊരു സൂപ്പർ ഹീറോ ആണോ ഉണ്ണിച്ചേട്ടൻ? ഞാൻ എന്നെ സൂപ്പർ ഹീറോ ആയിട്ട് തന്നെ കാണാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പം ഓഡിയൻസിന്റെ കയ്യിലാണല്ലോ, അവര് കണ്ടു പറയട്ടെ അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല. ഭയങ്കര സന്തോഷമാണ്. ബിക്കോസ് എല്ലാവരും അടിപൊളിയായിരിക്കുന്നു, താങ്ക് യു എന്നൊക്കെ പറയുന്നു. അടിപൊളി മൂവിയാണ്. ആസ് യൂഷ്വൽ ആവണി ഇതേപോലെ ത്രില്ലർ ഡ്രാമയാണ്. ഒരു ആക്ഷൻ സൂപ്പറാണ്. പിന്നെ ഒരു ഹാൻഡിക്യാപ്റ്റിൻ്റെ ഒരാളെ എങ്ങനെയാണ് ഒരു മീൻസ് ഒരാളെ രക്ഷിക്കുക, അങ്ങനെ അത് സ്ട്രഗിൾ മൂവിയാണ്. അതിൽ നല്ല മനസ്സിലാക്കാൻ പിന്നെ നല്ല സോഷ്യൽ മെസ്സേജും ഉണ്ട്. നല്ല മീൻസ് ഓവറോൾ നല്ല ഒരു സൂപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അത് മെയിനായിട്ട് സ്കോർ ചെയ്ത് ഉണ്ണുന്നതാണ്. മൈമ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത് ഉണ്ണുന്നതാണ്. നല്ലൊരു മീൻസ് വാച്ചബിൾ മൂവിയാണ്. അടിപൊളിയായിരുന്നു. ത്രില്ലറാണ്. അടിപൊളി. നല്ല റെസ്പോൺസാണ് കിട്ടിയത്. വെരി ഹാപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. ഇനി എല്ലാവരും തിയേറ്ററിൽ കാണണം. ഞാനിപ്പോൾ എൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് എനിക്ക് അറിയില്ല, പക്ഷേ തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ഉണ്ടായി. വെരി ഹാപ്പി. താങ്ക് യു. എല്ലാവരും പറയുന്നു കണ്ടിട്ടുള്ള പെർഫോമൻസ് കാണാൻ പറ്റി, ഒരു സർവൈവൽ സ്റ്റോറി, നല്ലൊരു ത്രില്ലർ പടം ഇങ്ങനെ ചെയ്യാൻ പറ്റി എന്നൊരു ഫീലിൽ പല റെസ്പോൺസ് തോന്നി. എങ്ങനെ പ്രേക്ഷകരെ കണ്ടപ്പോൾ അത് തന്നെ എല്ലാവരും ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ട് എന്നോട് സംസാരിച്ച്. യെസ്, ഡിഫറെൻറ്റ് സിനിമയാണ്, ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. അപ്പോൾ ഞാനത് ഓൾറെഡി എൻ്റെ ഇൻ്റർവ്യൂസിലെല്ലാം പറഞ്ഞിരുന്നു, ഇത് ഒരു വ്യത്യസ്തമായ സിനിമയായിരിക്കും. ആൻഡ് യെസ്, ഒരു ഏറ്റവും എക്സൈറ്റിംഗ് ആയ സർവൈവൽ സ്റ്റോറിയാണ്. നിങ്ങളെല്ലാവരും കാണും. സൂപ്പർ 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 അടിപൊളി അടിപൊളി അടിപൊളി. എക്സലന്റ് എക്സലന്റ് എക്സലന്റ്. എന്തോ പ്രേക്ഷകരോട് കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഒരുപാട് സന്തോഷമായി. എന്താ പറയുക, ഇന്നലെ പറഞ്ഞ ഗ്ലസറി നായകൻ എന്നൊരു വേറൊരു കഥാപാത്രമല്ല കിട്ടിയത്. ശരിക്കും അത് എക്സൈറ്റഡ് ആയി പ്രേക്ഷകർ. അതെ 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 എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പം ഓഡിയൻസിന്റെ കയ്യിലാണല്ലോ, അവര് കണ്ടു പറയട്ടെ അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല. എല്ലാവരും പോയി കാണണം. ഫാമിലി പാടാണ്. ഉണ്ണിച്ചേട്ടൻ്റെ ഡിഫറെൻ്റ് ആയ ഒരു ക്യാരക്ടർ അപ്രോച്ചാണ്. എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യണം. ഫാമിലി ഇതോടെ തന്നെ കാണണം. ഭയങ്കര ആശ്വാസമാണ് നമ്മളിങ്ങനെ ഒരു സിനിമ. ഫസ്റ്റ് തിങ് നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് ടെക്നിക്കലിയും പെർഫോമൻസ് വൈസും അല്ല സൗണ്ട് കൊണ്ടും മ്യൂസിക് കൊണ്ടും എഡിറ്റിംഗ് കൊണ്ടും കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇത് പ്രേക്ഷകർ കണ്ടപ്പോൾ അവർക്കിത് ഭയങ്കര ഒരു നെയിൽ ബൈറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു ത്രില്ലറായിരുന്നു. അവരെല്ലാവരും ഭയങ്കര മനസ്സ് നിറഞ്ഞ് എൻജോയ് ചെയ്തിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. സോ വെരി ഹാപ്പി. ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീം ലെവൽ ഓഫ് ടീം വർക്ക്. ഇതിൻ്റെ സിനിമോഗ്രാഫർ ചന്ദ്രു സെൽവരാജ്, എഡിറ്റർ സംഗീത് പ്രതാപ്, മ്യൂസിക് ഡയറക്ടർ ശങ്കർ ശർമ്മ, സൗണ്ട് ഡിസൈനർ തപസ് നായക്, ഇന്ന് തുടങ്ങി ലിജു പ്രഭാകർ. വലിയ ഒരു ടീമുണ്ട് ഇതിന് പുറകിൽ, ഈ മുമ്പിൽ കാണുന്ന ആക്ടേഴ്സ് അല്ലാതെ. ഇത് അവരുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ളൊരു എക്സ്ട്രീം ലെവൽ ഓഫ് കോൺട്രിബ്യൂഷൻ വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഈ സിനിമ വന്നത്. സോ വെരി ഹാപ്പി. താങ്ക് യു. അത് ഭയങ്കര സന്തോഷമാണ്. ബിക്കോസ് എല്ലാവരും അടിപൊളിയായിരിക്കുന്നു, താങ്ക് യു എന്നൊക്കെ പറയുന്നു. സ്പിരിറ്റിന് മുകളിലാണ് നമ്മൾ ഇനി ഷോ കഴിയുമ്പോൾ നോക്കാൻ നോക്കി എങ്ങനെയുണ്ട്. ഇപ്പം ത്രൂ ഔട്ട് ഈ പറഞ്ഞ ഒരു എലഗൻസ് ഓഫ് സ്ട്രെങ്ത് ആണ്. ഐ തോട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഒന്നാമത് ശരിക്കും കേരളത്തിൽ കുട്ടികളെ കൊണ്ടുവന്ന് അവർ അതും ഇതും കണ്ട് അവർക്ക് മനസ്സിന് പ്രയാസം ഉണ്ടാവുന്നു ഒരിക്കലും തോന്നാത്ത വിധം വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഫിലിം. ആൻഡ് ഡെഫിനറ്റ്ലി കുട്ടികളായിട്ട് കയറി വന്നിട്ട് കാണാവുന്ന ഒരു പടം തന്നെയാണത്. കൊള്ളാം. നല്ല സിനിമ, നല്ല നാച്ചുറലായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രസമുണ്ട്. ജയ ഗണേഷ് നന്നായിട്ട് നല്ല സിനിമയാണ്. ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സിനിമയാണ്. ടോപ്പ് ടു ബോട്ടം ഒരു നിമിഷം പോലും ബോറടിക്കാത്തൊരു സിനിമയാണ്. രഞ്ജിത് ശങ്കറിൻ്റെ ഒരു സീനിയർ ആ ഒരു ഡയറക്ടോറിയൽ എക്സ്പീരിയൻസും ഉണ്ണിയുടെ ഒരു മാച്ചോ ഒരു ഹീറോ ഇമേജും കൂടെ ചേർന്നിട്ടുള്ള ഉണ്ണിയുടെ കോമ്പിനേഷൻ വാസ് റിയലി ഗുഡ്. ഉണ്ണിയുടെ ഇമോഷണൽ എലമെൻറ്റ്സ് ആ സിനിമയിൽ നന്നായിട്ടുണ്ട്. സൂപ്പർ ഹീറോ എലമെൻറ്റ്സ് നന്നായിട്ട് വന്നിട്ടുണ്ട്. നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. അത് മാക്സിമം നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. എൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിട്ടാണ്
ഇത് വരാൻ കാലങ്ങളിൽ എനിക്ക് ഐ എം വെരി ഹാപ്പി അബൌട്ട്. തീർച്ചയായും ആ കഥാപാത്രത്തിൽ നിന്ന് മാറാനായിട്ട് ഒരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു സാറിന്? അങ്ങനെയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ശാരീരികമായിട്ടല്ല മാനസികമായിട്ട് വളരെ അടുപ്പമുണ്ട്. ആ മാനസികമായ അടുപ്പം ഈ കഥാപാത്രത്തിൽ നിന്ന് മാറാൻ പോകുന്നില്ല. ബിക്കോസ് നിങ്ങൾ സിനിമ കണ്ടു, ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് കണ്ടു, അതങ്ങനെ പെട്ടെന്ന് വിട്ടു പോവില്ല. എന്നാൽ ഞാനെന്ന വ്യക്തി എന്തായാലും മാറി നിൽക്കാൻ തന്നെ പോകും. ആ ഫീലിംഗ് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും അത് അനുഭവിക്കുന്ന യാതന അനുഭവിക്കുന്ന ആളുകൾക്ക് വീൽ ചെയർ പോലും സാറ് ചെയ്തതും ഒക്കെ മെയിൻ കാരണം അത് തന്നെയായിരുന്നു. അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളി മൂവിയാണ്. ആസ് യൂഷ്വൽ ആവണി ഇതേപോലെ ഞെട്ടിച്ചു. ഫിനിക്സ് സിനിമയിലൂടെ തന്നെയാണ് ഇതിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അജു രഞ്ജിത്തേട്ടനോട് പറഞ്ഞിട്ടാണ് രഞ്ജിത്തേട്ടൻ എന്നെ വിളിക്കുന്നത്, ആവണിയുടെ ക്യാരക്ടർ പറഞ്ഞിട്ട്. ഞാൻ ക്യാരക്ടറിനെ കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല, ഞാൻ ഇവളോട് ഒന്നും ചോദിച്ച് മനസ്സിലാക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പടത്തിൽ ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം ഇവളെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ വീണ്ടും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരോടും പടം കാണാൻ പറയൂ. എല്ലാവരും പടം കാണണം, റിവ്യൂ അറിയിക്കാം. ഉണ്ണി ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ സഫേർഡ് എ ലോട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും റിസൾട്ട് ഇതിലൊരു വലിയ സക്സസ്സിലേക്ക് ഈ പടം എത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നല്ല റെസ്പോൺസ് എനിക്ക് കിട്ടിയത്. ഒരുപാട് എനിക്ക് വിസിലടി കിട്ടി. സാധാരണ തിയേറ്ററിൽ വിസിലടി കിട്ടാന്ന് പറഞ്ഞാൽ അറിയാലോ. ഒരു സൂപ്പർ ഹീറോ പടമാണല്ലോ എല്ലാവരും പറയുന്നത്. അല്ല, സൂപ്പർ ഹീറോ ആണോ ഉണ്ണിച്ചേട്ടൻ? ഞാൻ എന്നെ സൂപ്പർ ഹീറോ ആയിട്ട് തന്നെ കാണാറ്. ഈ സിനിമയ്ക്കുള്ള ഫീഡ്ബാക്ക് വളരെ പോസിറ്റീവായ ഫീഡ്ബാക്ക് കിട്ടിയ കയ്യടിയും വിസിലടിയൊക്കെ തിയേറ്ററിൽ കിട്ടാന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നല്ലൊരു ഫാമിലി പ്രേക്ഷകർ നിലവിലുണ്ട്. ഫാമിലീസിന് ഒരുപാട് ഇഷ്ടപ്പെടും ഈ പടം. ഫാമിലി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയാൻ മാത്രം പോകില്ല, പക്ഷേ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഈ പടം. But I was really excited and I think I loved the movie. There are many scenes I didn't even see while I was shooting.